ഇറാൻ US ഇസ്രായേൽ യുദ്ധം മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു ആശങ്ക. അപ്പോൾ ഇതിൽ ഓൾറെഡി മാർക്കറ്റ് നിൽക്കുന്നത് 25,200 താഴെയാണ്. അതിൽ 25,000 ആയിരുന്നു മാർക്കറ്റിന്റെ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ 25,000 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു ഫോൾ ഉണ്ടായും 24,700 വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ആളുകളുടെയൊക്കെ അഭിപ്രായം. ഇനി നമ്മളുടെ കാര്യം നോക്കാം. നമുക്ക് മാർക്കറ്റിൽ നാളെ തിങ്കളാഴ്ച വലിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കും വരാനുള്ള ചാൻസ്. പക്ഷേ നിങ്ങൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കൊക്കെ ഒരു 1-2 മണിക്കൂറോ നോക്കിയിരുന്നുകൊണ്ട് മാത്രം ട്രേഡിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇൻവെസ്റ്റേഴ്സ് വ്യൂവിലാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ നല്ല താഴെ പോയിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. നമുക്കത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടാം. കാരണം നാളെ എന്തെങ്കിലും ഒരു കാരണവശാൽ യുദ്ധം അവസാനിച്ചു എന്നോ അങ്ങനെ എന്തെങ്കിലും ന്യൂസ് വരികയാണെങ്കിൽ നിഫ്റ്റി എത്രത്തോളം താഴെ പോയോ അത്രത്തോളം തന്നെ മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന രീതിയിൽ യുദ്ധം അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും നല്ല രീതിയിൽ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്താ പറയുക വാച്ച് ചെയ്തിരിക്കുന്നതാണ് എപ്പോഴും നന്നായിരിക്കുക. ട്രേഡേഴ്സിൻ്റെ കാര്യമാണ് പറയണത്. ഇനി ഇതിൽ കുറച്ച് ന്യൂസുകൾ പറയുകയാണെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് കീഴടങ്ങുകയാണെങ്കിൽ ഇറാനിലെ ആളുകളുടെ ജീവൻ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഇറാനാണെങ്കിൽ സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ് നടത്തുന്നത്. അതായത് ഗൾഫ് മേഖലയിൽ ആളുകളുടെ നിക്ഷേപത്തിനൊക്കെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന രീതിയിൽ അങ്ങനെ ഒരു തോന്നുണ്ടാക്കത്തക്ക രീതിയിൽ അവർ ഗൾഫ് മേഖലയിലൊക്കെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ അതും ഒരു വലിയ രീതിയിൽ നെഗറ്റീവ് വിഷയമാണ്. ഇനി പല ആളുകളുടെയും ഇപ്പൊ സംശയം മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവോ അങ്ങനെയൊക്കെയാണ് ഒരു ഇഷ്യൂ വരുന്നത്. ഈ വലിയ ഒരു യുദ്ധമൊന്നും ഉണ്ടാവില്ലെന്ന് പറയാൻ കാരണം യുദ്ധം നടത്തി വിജയിക്കണമെങ്കിൽ നല്ല കരയുദ്ധമൊക്കെ നടത്തണം. പക്ഷേ ഇറാനെ അവരുടെ ലാൻഡിന്റെ ഒരു സ്ട്രക്ചർ നോക്കാച്ചാൽ വലിയ രീതിയിലുള്ള മലനിരകളും അതേമാതിരി തന്നെ പിന്നെ മരുഭൂമികളൊക്കെ ഉള്ള കാരണം തന്നെ ഈ ടാങ്കറുകൾക്കും അതേമാതിരി സൈന്യത്തിന്റെ വാഹനങ്ങൾക്കൊന്നും പെട്ടെന്ന് ഈ ഇരച്ചു കയറി ചെല്ലാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ ഈ കരയുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവായിരിക്കും. അപ്പം അങ്ങനത്തെ വലിയൊരു യുദ്ധമൊന്നും ഉണ്ടാവാതെ തന്നെ ഇത് മേ ബി ഈ ഒരു വീക്കിൽ തന്നെ തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി രണ്ടാമത്തെ ഒരു ഇഷ്യൂ ക്രൂഡ് ഓയിലിന്റെ കാര്യമാണ്. ക്രൂഡ് ഓയിലിന് 2 തട്ടിലാണ് ആളുകൾ ഇപ്പോഴും ഉത്തരം പറയണത്. ക്രൂഡ് ഓയിൽ വീണ്ടും $65 $70 തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട് 2026 എന്നാണ് പറയണത്. പക്ഷേ ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില $100 എത്താനുള്ള ചാൻസും പറയുന്നുണ്ട്. ഇന്ത്യക്ക് വലിയൊരു ഇഷ്യൂ വരാൻ കാരണം വെച്ചാൽ ഇന്ത്യയുടെ 50% ക്രൂഡിന്റെ വരുന്നതും ഈ കടലിൽ കൂടെയാണ്. അപ്പോൾ ഇത് അടച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പണപ്പെരുപ്പും ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നാളെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗോൾഡും അതുമാതിരി സിൽവറിനും നല്ലൊരു അപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ആണ് കാണുന്നത്. കാരണം ഇന്നൊന്നിലും ഗോൾഡ് നന്നായിട്ട് കയറിയുണ്ട്. അപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെ ഗോൾഡിന് കിട്ടും എന്ന് കരുതാം. ഇതുവരെ ആന്ത്രോപ്പിക്കോ അതായത് AI കമ്പനികൾക്കെതിരായിരുന്ന US ഇപ്പോൾ അതായത് ട്രംപ് ഈ പ്രാവശ്യത്തെ ഈ ഇറാൻ അറ്റാക്കിനെ ഒരുപാട് സഹായിച്ചത് ഈ ക്ലൗഡ് AIയും മറ്റു സംഭവങ്ങളാണ്. അതായത് കൃത്യമായിട്ട് അവരുടെ സ്ഥലങ്ങൾ മനസ്സിലാക്കാനും യുദ്ധ സാഹചര്യം മനസ്സിലാക്കാനും അതേമാതിരി മിസൈലുകളുടെ അവർക്ക് വേണ്ട സന്ദേശങ്ങളും ബാക്കി സംഭവങ്ങളൊക്കെ കൊടുക്കാനായിട്ട് AI നന്നായിട്ട് സഹായിച്ചു എന്നൊരു ന്യൂസും കൂടി ഇപ്പോൾ ഉണ്ട്. സൈന്യത്തിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും AI വഴി കിട്ടുമെന്നുള്ളതും ഒരു പോസ്റ്റ് ന്യൂസ് ആണ്. അത് മേ ബി US ഒക്കെ വലിയ രീതിയിൽ AIയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഒന്നുകൂടി കൂടുതലാണ് നിലവിലിപ്പോൾ കാണുന്നത്. ഈ ഒരാഴ്ച മാർക്കറ്റിൽ നിന്നും ഏകദേശം 2 ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യം നഷ്ടപ്പെട്ടു. അതിൽ നിഫ്റ്റിയിലത്തെ 10 മുൻനിര കമ്പനികളിൽ 9 കമ്പനികളിലും വലിയ രീതിയിൽ തകർച്ച, അതായത് അവരുടെ വിപണി മൂല്യം നഷ്ടപ്പെട്ടു പോയി. അതിൽ ഏറ്റവും കൂടുതൽ ഡൗൺ ആയത് എയർടെലിനാണ്. ഏകദേശം 50,000 കോടി രൂപയുടെ വിപണി മൂല്യം അവർക്ക് നഷ്ടപ്പെട്ടു. കൂടാതെ HDFC ബാങ്കിന് 35,000 കോടി രൂപയുടെയും ICICIക്ക് ഏകദേശം 15,000 കോടി രൂപയുടെയും ഒരു നഷ്ടം നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സ്റ്റോക്കുകളെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും ബാധിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒരു
വ്യൂ ജസ്റ്റ് പറയാം, നിങ്ങൾക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാം എന്ന് മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ബാധിക്കുക ക്രൂഡ് ഓയിലിൽ വില വർദ്ധിക്കും. അപ്പോൾ ഓയിലിൻ്റെ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികളെ നന്നായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമതായിട്ട് ഈ റിലയൻസ് ഇൻഡസ്ട്രീസ്, ONGC, ഓയിൽ ഇന്ത്യ, ഇവർക്കൊക്കെ ഇത് ഓയിലിൻ്റെ വില കൂടുന്നത് ഗുണകരമാണ്. നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുക കൂടുതലും BPCL, HPCL, IOC. കാരണം ഇറക്കുമതി ചെലവ് കൂടുന്നത് ഇവരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇനി അടുത്തൊരു പോസിറ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ ഡിഫൻസ് സ്റ്റോക്കുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ്, ഭാരത് ഇലക്ട്രോണിക്സ്, മെസഗോൺ ഡോക്ക്, ഇതൊക്കെ പോസിറ്റീവായിട്ട് ബാധിക്കും. ഇനി നമ്മുടെ ഇതിൽ ഈ യുദ്ധമൊക്കെ വരുമ്പോൾ കൂടുതൽ ആളുകളും ഗോതമ്പിനെ ആളുകൾ കൂടുതലും ആശ്രയിക്കും. അപ്പോൾ ഗോതമ്പിൻ്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഓൾറെഡി ഉയർന്നുണ്ട്. ഇത് കയറ്റുമതിക്കും അതുമാതിരി തന്നെ ആഭ്യന്തര വിപണിയും കൈകാര്യം ചെയ്യുന്ന കമ്പനികളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ITC, അദാനി വിൽമർ, L&T ഫുഡ് പ്രൊഡക്ട്സ്. അപ്പോൾ ഇവർക്കൊക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇവർക്ക് ലാഭം കൂടുതലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരു നെഗറ്റീവ് എന്താ വെച്ചാൽ അസംസ്കൃത വസ്തുക്കളുടെ വില കൂടുന്നത് ഇവരുടെ മാർജിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ പെയിൻറ്റും ടയർ കമ്പനികളൊക്കെയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നത് ഈ കമ്പനികൾക്കൊക്കെ നിർമ്മാണ ചെലവ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൽ ഒരു ഇടിവ് വരാനുള്ള ചാൻസ് ഉണ്ട്. മെയിനായിട്ടും ഏഷ്യൻ പെയിൻറ്റ്, ബെർജർ പെയിൻറ്റ്സ്, MRF, അപ്പോൾ ടയേഴ്സ് എന്നിങ്ങനെ കമ്പനികൾ. ഇനി അടുത്തത് നമ്മുടെ ഗോൾഡിന് സമയമാണ്. എല്ലാവരും സേഫ് ഹാവൻ എന്ന രീതിയിൽ ഗോൾഡിൽ നാളെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിൽ നിന്നെല്ലാം പിൻവലിച്ച പൈസകൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പോസിറ്റീവ് ആവുന്ന സാധ്യതയുള്ള 1-2 കമ്പനി, ഒന്ന് മുത്തൂറ്റ് ഫിനാൻസും മണപ്പുറം ഫിനാൻസൊക്കെ പോസിറ്റീവാണ്. മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആകുമ്പോൾ വലിയ രീതിയിലുള്ള വോൾട്ടാലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. 1 hour നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുക എന്നുള്ള പോലെ തന്നെ മാർക്കറ്റിനെ നോക്കി കാണുക. പിന്നെ ഈ പറഞ്ഞ മാതിരി ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നത് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് വളരെ നെഗറ്റീവാണ്.